ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ണൂരിലുള്ള ഒരു വിധാക്കൊക്കെ അറിയാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ പഴം നമ്മൾ ഇതുപോലെ 3 ഭാഗങ്ങളായിട്ട് നീളത്തിൽ ഇതുപോലെ കീറി കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഈ കീറിയ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് വികസിപ്പിച്ച് കൊടുക്കുക. അതിലേക്കാണ് നമ്മൾ ഫില്ലിങ്സ് ഇടേണ്ടത്. അങ്ങനെ നമ്മൾ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് മുട്ടപ്പണ്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. മുട്ടയുടെ ഫില്ലിങ്സാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 പഴത്തിന് 3 മുട്ട മതിയാവും. അതിലേക്ക് 3 സ്പൂണ് പഞ്ചസാരയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ചെറിയൊരു ഫ്ലേവറിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള റോസ് വാട്ടറാണ്. ഇനി റോസ് വാട്ടർ വേണ്ടാന്നവർക്ക് ഏലക്കായ യൂസ് ചെയ്യാം. ഇനി ഒരു പാനിലോട്ടേക്ക് പശു നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച അണ്ടിയും മുന്തിരിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ് മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് സ്ക്രംബിൾ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മുക്കി പൊരിക്കാനുള്ള മാവും കൂടി തയ്യാറാക്കുക. ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ കായൊക്കെ പൊരിക്കുന്ന ആ ഒരു മാവ് ഉണ്ടാവില്ല, ആ ഒരു രീതിക്ക് നമ്മൾ ബാറ്റർ തയ്യാറാക്കാം. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഈ ഒരു ഭാഗത്ത് ഫില്ലിങ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യണം. ഓവറായിട്ട് ഫില്ല് ചെയ്യരുത്, അപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതിന് കണക്കായിട്ട് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ കീറി വെച്ച എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 3 ഭാഗങ്ങളിലും ഫില്ല് ചെയ്ത് കൊടുക്കുക, പുറത്ത് വീഴാത്ത വിധത്തിൽ. അങ്ങനെ എല്ലാ പഴങ്ങളും ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുന്ന ഒരു ടൈമിൽ തന്നെ നമ്മൾ പഴമൊക്കെ പൊരിക്കുന്ന രീതിക്ക് തന്നെ ഇതുപോലെ എല്ലാ ഭാഗത്തും മൈദയുടെ ബാറ്റർ കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ നല്ല ചെറിയൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും, പിന്നെ ഉള്ളിൽ കുറച്ച് സോഫ്റ്റായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവുക. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പഴം ഒട്ടും പച്ചയാവരുത്, അത്യാവശ്യം പഴുപ്പുള്ള പഴമാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇതിൻ്റെ മേലെ പശു നെയ്യ് ഒന്ന് ജസ്റ്റ് പുരട്ടി കൊടുക്കണം. അതുപോലെ തന്നെ പഞ്ചസാരയും ഇട്ട് കൊടുക്കണം. ഞാൻ ആ ഒരു വീഡിയോ എടുക്കാൻ മിസ്സായി പോയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ റൗണ്ടായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ഫ്രം ഷിറിൻ സ്റ്റോക്ക്.